കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. 12 മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായി മുന്നറിയിപ്പ്. 12 മുതൽ 14 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സനിസ ശോഭാചന്ദ്രൻ വിശദാംശങ്ങളും. സനിസ, വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യത, മുന്നറിയിപ്പുകൾ എങ്ങനെ? സൈഫുദ്ദീൻ, കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമാവുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ഇതുപോലെ കനക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 12 മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പക്ഷേ 12 മുതൽ 14 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകുന്നത്. തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം തുടരും. സൈഫുദ്ദീൻ.